വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ടം പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ വളരെ വിജയകരമായി കപ്പലുകൾ എടുക്കുകയും കണ്ടെയ്നറുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ജനകീയമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഗുണപ്രദമായി മാറുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറ്റപ്പെട്ടിട്ടില്ല. അതിന് റോഡ്, റെയിൽ ഗതാഗത സംവിധാനങ്ങൾ വന്നെങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ ജനകീയമായ തലത്തിലേക്ക് ഗുണപ്രദമായി മാറും. അപ്പോൾ ഈ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കടൽ നികത്തിയാണ് ഈ വാർഫിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നത്. തെക്കോട്ട് വിഴിഞ്ഞത്ത് നിന്നും നിലവിലുള്ള ഭാഗത്തു നിന്നും തെക്കോട്ട് കടൽ നികത്തിയാണ് വാർഫ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിമലത്തുറ വരെയുള്ള ഭാഗത്ത് ബീച്ചിൻ്റെ നടുക്കൂടെ കല്ലിട്ട് പോയിരിക്കുകയാണ്. ആ ബീച്ച് എനിക്ക് തോന്നുന്ന കോവളത്തേക്കാൾ മനോഹരമായ ബീച്ചാണ് അടിമലത്തുറ ഭാഗത്തുള്ളത്. നേരത്തെ തന്നെ ഈ ഭാഗത്തേക്ക് ഈ തുറമുഖത്തിൻ്റെ വികസനം വരുമെന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന കമ്പവലകൾ ഏതാണ്ട് 40ഓളം യൂണിറ്റുകൾ കമ്പവലകൾ, ഒരു 40-30ഓളം യൂണിറ്റുകൾ കമ്പവല തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നഷ്ടപരിഹാരങ്ങളൊക്കെ നൽകി അവരെല്ലാം മാറ്റിയിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഈ തുറമുഖം നീണ്ടു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്തിൻ്റെ ഈ ആഴമേറിയ ഭാഗത്തേക്ക് കപ്പലുകൾ വന്ന് തിരിഞ്ഞു വരുന്നതൊക്കെ അടിമലത്തുറ ഭാഗത്തൂടെയാണ്. അതിന് പടിഞ്ഞാറുകൂടെയാണ് ഈ വരുന്നത്. അവിടെ ആഴമുള്ള ഭാഗമുണ്ട്. അപ്പം ഈ തീരത്തിൽ കല്ലിടുന്നതിന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു മനോഹരമായ ബീച്ചുണ്ട്, നിരവധി റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം റിസോർട്ടുകൾ അവരുടേതായ കാര്യങ്ങൾ ബീച്ച് ഉപയോഗിക്കുന്നത് പൊതുവായ സർക്കാരിൻ്റെ ഈ ബീച്ചുകളാണ് അവരുടെ സ്വകാര്യമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ഏകദേശം നിർത്തലാക്കേണ്ടി വരുമെന്നുള്ള സാധ്യതയും സൂചനയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ കടലിൽ മണ്ണിട്ട് കടൽ നികത്തി തുറമുഖം വാർഫ് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഈ തീരവും നഷ്ടമാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ആ ടൂറിസം മേഖലയിൽ എന്ത് ചെയ്യണം? ഇപ്പം ഇത് ടൂറിസം മേഖലയും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിലും അല്ലെങ്കിൽ പുരോഗമനത്തിലും ഒരുപാട് പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ടൂറിസം കമ്പനികളും ആയുർവേദ അങ്ങനെ കുറേ കമ്പനികളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അവർ വേറെന്തെങ്കിലും ഒരു ധനാഗമ മാർഗം കണ്ടെത്തി ഇതിൽ നിന്ന് മാറേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനം നീളുമ്പോൾ ഇങ്ങനെ ചില പ്രതിസന്ധികളും ആശങ്കകളും അതിനോടൊപ്പം ഉയരുന്നുണ്ട്.